ഡിസംബർ ജനുവരി മാസത്തിലാണ് സാധാരണ ചക്ക കായ്ക്കാറില്ലേ. പക്ഷേ കൊല്ലത്തിൽ 2 പ്രാവശ്യം കായ്ക്കുന്ന ചക്കയാണ് ഈ വിയറ്റ്നാം എർലി. ഈ പ്രാവശ്യം ഒരുപാട് ചക്ക പിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിൽ ചിലതൊക്കെ കൊഴിഞ്ഞു പോകുന്നുണ്ട്. ഇടയ്ക്കൊരു മഴ പെയ്തിരുന്നു, അപ്പോൾ വെള്ളം ഇറങ്ങിയിട്ടോ തോന്നുന്നു കുറേ എണ്ണം കൊഴിഞ്ഞു പോയിട്ടോ. അതിൻ്റെ ഒരു സങ്കടമുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ കേട് വന്നിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പം അങ്ങോട്ട് കൊഴിഞ്ഞു പോവുക ചെയ്യുന്നു കേട്ടോ. പക്ഷെ എന്നാലും ചിലതൊക്കെ നന്നായിട്ട് തന്നെ പിടിച്ചിട്ടുണ്ട്. ഈ പ്ലാവ് ഇപ്പോൾ 2 വർഷം കഴിഞ്ഞു കേട്ടോ നട്ടിട്ട്. ഫസ്റ്റിൽ കായ്ച്ചപ്പോൾ ഇത്ര വലിപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, പിന്നെ എണ്ണവും കുറവായിരുന്നു കേട്ടോ. പിന്നെ എണ്ണം കൂടാൻ തുടങ്ങി, അതിനനുസരിച്ച് ചക്കയുടെ വലിപ്പം കൂടാൻ തുടങ്ങി കേട്ടോ. ഒരു കൂട്ടത്തിൽ തന്നെ ഒരു 5-6 ചക്ക ഒന്നിച്ചുണ്ട്, പിന്നെ ചെറിയ ചെറിയ ചക്ക ഉണ്ട്. അപ്പം ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇടിച്ചക്ക എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനും കുറച്ച് വലിപ്പം കൂടാൻ സാധ്യത ഉണ്ട്. അപ്പം ഇങ്ങനെ ഇടിച്ചക്ക എടുക്കാൻ വിചാരിച്ചു, അങ്ങനെ ഇടിച്ചക്ക എടുക്കാൻ വന്നതാണ്. അപ്പോൾ ഏതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനാണ്. അവസാനം 1-2 ചക്ക ഞങ്ങൾ ഇതിൽ നിന്ന് എടുത്തു. അപ്പം ഉപ്പേരിയും വയ്ക്കുക, പിന്നെ ഒരു പ്രത്യേകതരം കൂട്ടാനാട്ടോ ഇന്ന് ഉണ്ടാക്കണത്. ഇടിച്ചക്ക കൊണ്ട് ഇങ്ങനത്തെ ഒരു കറി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചപ്പാത്തിക്കും പത്തിരിക്കും അതേമാതിരി ചോറിനും ഒക്കെ കൂട്ടാം കേട്ടോ. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്ന് ഈ വീഡിയോയിൽ പറയേണ്ടത്, അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഈ കറിവേപ്പില ഞാൻ 2 ആഴ്ച മുന്നേ പറിച്ച് വെച്ചാട്ടോ, ഇപ്പോഴും ഒന്നും ആയിട്ടില്ലേ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ട് തരാം. പിന്നെ നാളികേരം ചിരകി വെച്ചിട്ടുണ്ട്, ഇനി വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ചീഞ്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും നാളികേരം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സ്റ്റവ് ഇപ്പോൾ ഫുള്ളിൽ തന്നെ വെച്ചിട്ടുണ്ട്. നമ്മൾ കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. കുറച്ചൊന്ന് നമ്മളെ നാളികേരത്തിൻ്റെ നിറം മാറി വരുമ്പോൾ നമ്മൾ ഇത് സ്റ്റവ് സിമ്മിലേക്ക് മാറ്റണം കേട്ടോ. അങ്ങനെ സിമ്മിലേക്ക് മാറ്റിയതിന് ശേഷം കൈ വിടാതെ ഇളക്കണം കേട്ടോ. അങ്ങനെ 2-3 മിനിറ്റിൻ്റെ ഉള്ളിൽ ഈ ഒരു പരുവത്തിലേക്ക് നാളികേരം മാറി വരും കേട്ടോ. കണ്ടില്ലേ, എണ്ണയൊക്കെ നല്ല തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം വേണം നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരു 1-1.5 സ്പൂണ് പിന്നെ മല്ലിപ്പൊടി, പച്ചമല്ലി കേട്ടോ ഇത്. 2 സ്പൂണ് മുളക് പൊടി, ഇത് കാശ്മീരി മുളക് പൊടിയും കൂടി കൂടിയതാണ്. അപ്പോൾ എരിവിനനുസരിച്ച് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ 2 പൊടിയും പിന്നെ നാളികേരം എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കവിടെ മാറ്റി വയ്ക്കാം. ഇത് ചൂടാറുന്ന നേരം കൊണ്ട് നമുക്ക് കഷ്ണങ്ങളൊക്കെ മുറിച്ചെടുക്കാം. അപ്പോൾ കഷ്ണങ്ങളൊക്കെ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് 1 എടുത്തിട്ടുണ്ട്, പിന്നെ ചെറിയ ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇത്രയാണ് എടുത്തത് കേട്ടോ. പിന്നെ നമ്മുടെ ചക്ക ഇത്രയും വലിയ കഷ്ണമാക്കിയിട്ട് മുറിച്ചത്. അത് നമുക്ക് കുക്കറിലിട്ടിട്ട് കുറച്ച് വെള്ളവും ഉപ്പും ഒക്കെ കൂട്ടിയിട്ട് നമുക്ക് ഒരു വിസിൽ വരുത്തുന്ന രീതിയിൽ വേവിച്ചെടുക്കാം കേട്ടോ. ഒറ്റ വിസിൽ വന്നാൽ മതി, അപ്പോൾ തന്നെ ഒന്ന് ഉടഞ്ഞോളും. നല്ല വെന്ത് ഉടയരുത്, അതുകൊണ്ടാണ് ഒരു വിസിൽ തന്നെ ഓഫാക്കാൻ പറയുന്നത്. ഈ ഒരു പാകത്തിന് വേണം ചക്ക കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിന്ന് ഊറ്റിയെടുത്തിട്ട് നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുക്കണം. ഇങ്ങനെ വക്ക് മൂർച്ചുള്ള കയ്യിലുണ്ടെങ്കിൽ അതുകൊണ്ട് ഇങ്ങനെ കുത്തി ഉടച്ചാലും മതി കേട്ടോ, അല്ലെങ്കിൽ കൈ കൊണ്ടാക്കിയാലും മതി. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഇത് നമുക്ക് കറി വെക്കാനും ഉപ്പേരി വെക്കാനും പറ്റും കേട്ടോ. അപ്പോൾ 2 ഇന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചക്ക വേവിച്ച വെള്ളം ഉണ്ടല്ലോ, അതിലേക്ക് തന്നെ നമുക്ക് ഈ പച്ചക്കറി കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് പിന്നെ നമ്മുടെ അരച്ച് വെച്ച അരപ്പുണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളിട്ട കഷ്ണങ്ങളും അരപ്പും കൂടി നന്നായി ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് നമുക്ക് കുക്കർ മൂടി വെച്ചിട്ട് ഒരു സിമ്മിൽ ഒരു കുറച്ച് സെക്കൻഡ് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോഴേ നമ്മൾ കഷ്ണത്തിലേക്ക് ഈ അരപ്പിലുണ്ടായിരുന്ന മല്ലിപ്പൊടി, മുളക് പൊടി എല്ലാം ഇട്ടിട്ടാണല്ലോ നമ്മൾ അരപ്പ് തയ്യാറാക്കിയത്. അപ്പോൾ അതൊക്കെ നന്നായി പിടിക്കണമെങ്കിൽ കുറച്ച് നേരം വേവിക്കണം. ഒരു 5 മിനിറ്റ് കൊണ്ടൊക്കെ നമ്മുടെ കഷ്ണത്തിലേക്ക് അരപ്പൊക്കെ നന്നായി പിടിച്ച് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ ഉടച്ച് വെച്ച ചക്ക ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക. ഈ ചക്കയും നമ്മുടെ കഷ്ണങ്ങളും എല്ലാം കൂടി ഒന്ന് കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് പൊടികളും കൂടി ഇട്ട് കൊടുക്കാറുണ്ട്. ഇറച്ചിയുടെ ടേസ്റ്റ് വേണമെങ്കിൽ നമുക്ക് ഈ മീറ്റ് മസാല ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ചിക്കൻ്റെ ടേസ്റ്റ് ആണെങ്കിൽ നമുക്ക് ഈ ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചിക്കൻ്റെ മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിന്ന് ഒരു 1-1.5 സ്പൂണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചിക്കൻ മസാല ഇട്ട് നമുക്ക് ഇത് വല്ലാതെ കുറുകിയിട്ടാണ് കാണണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് നന്നായി ഇളക്കുക. അത് കഴിഞ്ഞ് ഇത് വെന്ത് വരുമ്പോൾ നമുക്ക് ഇനി കടുകും മുളകും കറിവേപ്പിലയും കൂടി താളിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത്ര ആയാൽ നമുക്ക് നല്ല ചിക്കൻ ടേസ്റ്റുള്ള ചക്കക്കൂട്ടാൻ കിട്ടും കേട്ടോ. അങ്ങനെ ഇറച്ചിക്കറി കൂട്ടാൻ മടിയുള്ളവർക്ക് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഈ കറി ചോറിന് മാത്രമല്ല ചപ്പാത്തിക്കും പത്തിരിക്കും ഒക്കെ കൂട്ടാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള പിന്നെ കടുക് വറുത്തിട്ടുള്ള എണ്ണ ഉണ്ട്, അതിലേക്ക് ബാക്കിയുള്ള ചക്കയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങോട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് മൂടി വെച്ച് സിമ്മിലൊന്ന് വേവിച്ചെടുക്കാം. ഇതിൽ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല കേട്ടോ, നമ്മൾ ഉപ്പിട്ടിട്ടല്ലേ ചക്ക വേവിച്ചത്. ആ സമയം കൊണ്ട് നമുക്ക് നാളികേരം ചിരകിയെടുക്കാം. അപ്പോൾ നാളികേരമൊക്കെ ചിരകി വന്നപ്പോഴേക്കും നമ്മളെ കടുകും മുളകും ഉള്ള വെളിച്ചെണ്ണയും ചക്കയും എല്ലാം കൂടി നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നാളികേരം ചേർത്ത് കൊടുക്കാം.
നാളികേരം ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായി ഇളക്കിയിട്ട് ഒന്ന് അമർത്തി വെക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് മൂടി വയ്ക്കാം. ഈ നാളികേരം കൂടി ചക്കയിലേക്ക് ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു മിനിറ്റ് സിമ്മിൽ വെച്ചിട്ട് വേവിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അങ്ങനെ ചിക്കനില്ലാത്ത ചിക്കൻ കറിയും ചക്കുപ്പേരിയും ഒക്കെ ആയിട്ട് കുറച്ച് അച്ചാർ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഊണ് വയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എന്നെ. അപ്പോൾ ബൈ, താങ്ക് യു.